ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പം പാടുന്ന പാട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ഒന്ന് നോക്കുക. അപ്പോൾ ആ പാട്ട് എവിടെയാണ്, അല്ലെ ആ മൂവി എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളൊന്ന് ഗസ് ചെയ്യുക കേട്ടോ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ കാത്തു വെച്ചൊരു മുല്ല മൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, നല്ല കൂട്ടുകാരാ, ചേലൊത്ത കൂട്ടുകാരാ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ ഒത്താത്തു വെച്ചൊരു മുല്ല മൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ, നല്ല കൂട്ടുകാരാ, ചേലൊത്ത കൂട്ടുകാരാ. നിങ്ങളിനി ഗസ് ചെയ്യൂ, ഇന്ന് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ CMS കോളേജിലാണ്. CMS കോളേജ്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷനറി സൊസൈറ്റി കോളേജ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ്. ഏതാണ്ട് 228 വർഷങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ച കോളേജാണ്. 1817 മാർച്ചിൽ 25 കുട്ടികളുമായിട്ട് ആരംഭിച്ച ഒരു കോളേജാണ് ഇത്. നമ്മളുടെ ഇന്ത്യൻ രീതിയിലുള്ള പണിഞ്ഞിരിക്കുന്ന ഒരു കോളേജല്ല, ഇത് വെസ്റ്റേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോളേജ്. ഈ കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹയർ എഡ്യൂക്കേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് തന്നെ ഈ സമയത്ത് തന്നെയാണ് കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജ് സ്ഥാപിച്ചത്. ഈ കോളേജ് കോട്ടയം നഗരത്തിനടുത്ത് തന്നെ ബേക്കർ ജംഗ്ഷന് സമീപത്തായിട്ട് ചാലുകുന്നിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ കോഴ്സുകളെന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് PG കോഴ്സസ്, പിന്നെ ആർട്സ്, കൊമേഴ്സ് ആൻഡ് സയൻസ് ഇതൊക്കെയുണ്ട് കോഴ്സുകളായിട്ടുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൊക്കേഷണൽ ഡിഗ്രി കോഴ്സസ്. ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജും CMS കോളേജ്, ഈ കോളേജ് ഒരേ വർഷമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ രണ്ട് കോളേജും വെസ്റ്റേൺ
പഴക്കമുള്ള കോളേജാണിത്. ഇത്രമാത്രം പ്രതിഭകളെ വാർത്തെടുത്ത ഒരു കോളേജാണ്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയുള്ള ഡ്രാമയുടെ റിഹേഴ്സൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ആണ് ഈ വോയിസ് കൊടുക്കുന്നത്. ഇവിടേക്ക് കയറി കോമ്പൗണ്ടിലേക്ക് കയറുകയാണെങ്കിൽ ഈ കോളേജിൻ്റെ മതിലിൻ്റെ ഇരുവശത്തും മണ്ണുകൊണ്ട് നിർമ്മിച്ച ശില്പങ്ങൾ നമുക്ക് കാണാം. അവിടെയൊക്കെ സ്കാനർ വെച്ചിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഏതാണ്ട് രാജവീഥിയിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു എന്താണ് അതിന് പറയുക എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു പ്രതീതിയാണ് നമുക്ക് ഈ കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ തോന്നുക. ഇത് നിൽക്കുന്ന ഒരു കൊന്നമരമാട്ടോ. കൊന്നമരം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, കൊന്നപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. കൊന്നപ്പൂ തന്നെയല്ല കേട്ടോ, മിക്കവാറും എല്ലാ മരങ്ങളും ബോഗൺവില്ലയാണെങ്കിൽ പല കളറിലൊക്കെ ഉള്ളതുണ്ട്. ചെടികളും അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചൂടുള്ള കാലാവസ്ഥയെ മറികടക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കയറിയാൽ പിന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. വലിയ ചൂടുമില്ല. നമുക്ക് തണലത്തിരുന്ന് വിശ്രമിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അവർക്ക് ഒരു സൈലൻ്റ് ഏരിയ ആണ്. നഗരത്തിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്നത് കൊണ്ട് യാതൊരു നഗരമാണെന്ന് തോന്നത്തേ ഇല്ല. ആ ഒരു സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മിക്സഡ് കോളേജാണ്. ഇത് ബംഗ്ലാവാണ് കേട്ടോ. ഇവിടെ ചർച്ചുണ്ട്. ഇനി നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്കൊന്ന് പരിവർത്തനം ചെയ്ത് നോക്കാം. The CMS College, Church Missionary Society College, established in 1817, is one of the earliest Western style college in India. The college is considered to be the oldest institution of higher education in India, along with the Presidency College, Calcutta. This college is located in Kottayam, in the Kottayam district of Kerala. It offers undergraduate and postgraduate courses in arts, commerce and science. It also offers different vocational degree courses. It is affiliated to the Mahatma Gandhi University, Kerala. It has been given autonomous status by the University Grants Commission, India. CMS College, Kottayam and Presidency College, Calcutta, established in the same year, are the two earliest Western style colleges in India. അപ്പം നമുക്ക് ഈ കോളേജിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അതുപോലെ തന്നെ സ്പോർട്സിലും മികവ് ഉറ്റതാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൗണ്ടുണ്ട്, ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ഇതിനൊക്കെയായിട്ട് ഓരോ ഗ്രൗണ്ട് 3-4 ഗ്രൗണ്ടുകൾ ഇവിടെ കാണാം.
കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞേ. സ്കാൻ ചെയ്ത് നോക്കുന്നു എങ്ങനെ അതിൻ്റെ പരിപാടി തരുന്നത്. സ്കാൻ ചെയ്ത് ഉണ്ടല്ലേ ഹാബിറ്ററ്റ് ഓഫ് ബേഡ്സ്. ഇതിൻ്റെ താഴെ സ്കാനർ കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ടില്ലേ സ്കാൻ ഫോർ മോർ ഡീറ്റെയിൽസ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ബേഡ്സ് എല്ലാ പക്ഷികളെ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ്. കോട്ടയത്തിന് പോകുന്ന ട്രെയിനാണ്.
തുടങ്ങിയോ? നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമ അതിൻ്റെ ഒരു അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഞാൻ CMS കോളേജിനോട് ഇവിടെ പറയുന്നു ബൈ.